റെട്രോ കാർത്തിക് സുബ്രാജ് ഡയറക്ഷനിലെ സൂര്യ സിനിമയായ റെട്രോയെ പറ്റിയാണ് ഇന്നത്തെ റിവ്യൂ പറയാൻ വേണ്ടി പോണത്. റെട്രോ എന്ന് പറഞ്ഞ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് സുബ്രാജ് ഡയറക്ഷൻ, സൂര്യ, പൂജ ഹെഗ്ഡെ, ജയറാം, ജോജു ജോർജ്, നാസർ, അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മലയാളി താരമായ രമ്യ എന്ന് പറഞ്ഞവരൊക്കെ ഒരു പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് റെട്രോ എന്ന് പറഞ്ഞ സിനിമയുടെ കാസ്റ്റിംഗ്. പിന്നെ സ്വാസികയും ഒരു വേഷം എന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെട്രോയിലെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അങ്ങനെ സിനിമ ഏറെ പ്രതീക്ഷയോട് കൂടി വന്ന ഒരു സിനിമയാണ് റെട്രോ. കാർത്തിക് സുബ്രജിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം ഒരു ഗംഭീരമായൊരു ഡയറക്ടറാണ്. ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുത്ത് ഒരുപാട് പേർക്കൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് ഈ ഒരു കാർത്തിക് സുബ്രജ് എന്ന് പറഞ്ഞ ഒരാൾ. റെട്രോ എന്ന് പറഞ്ഞ സിനിമയുടെ ഈ ഒരു സ്റ്റാർട്ടിങ് തന്നെ അതിഗംഭീരമായൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. സ്റ്റാർട്ടിങ് വേറെ ലെവൽ എഴുതി വച്ചിരിക്കുന്ന ആ ഒരു തിരക്കഥ കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സ്പേസ് അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് പിന്നെ ഈ സിനിമയുടെ ഒരു ഗ്രാഫ് അങ്ങ് താരുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് പേഴ്സണലി പറഞ്ഞൊരു കാര്യം, ഈ സിനിമയിൽ അവരാദ്യം എന്താണോ കാണിച്ചത്, ആ ഒരു സ്റ്റോറി എലമെൻറ്റ് എന്താണോ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകണം, ആ ഒരു തീം പിടിച്ചു പോകണം എന്നായിരുന്നു എനിക്ക് പറയുള്ളത്. സൂര്യയുടെ ഒരു പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഇവിടെ കങ്കുവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ ഒരു റിവ്യൂ പറഞ്ഞപ്പോൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അതായത് സിനിമയുടെ ഒരു സ്റ്റോറി ലൈനിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഈ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരാജയം ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു അങ്ങോട്ടൊരു ട്രാക്ക് ആ രീതിക്കാണ് പോകുന്നത്. ഒരു ലോജിക്കും ഇല്ല, ഒരു ഫ്രഷ് എലമെൻറ്റും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. പ്രേക്ഷകന് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഇത് കൊള്ളാം എന്ന രീതിക്ക് തുടങ്ങിയ ഒരു കഥ ഏറ്റവും പാഴായ ഒരു സ്ക്രിപ്റ്റിലേക്ക് പോയത്, മേക്കിങ്ങിലേക്ക് പോയതൊക്കെ ദുരന്തമായി പോകുന്നേ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ റൂട്ട് ഇങ്ങനെ പോയത്. സ്വാസികയുടെ ആ ഒരു ഇൻട്രോ സീൻ, ജോയ് ജോർജിൻ്റെ ആ ഒരു സംഭവം, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അവർ പറയാൻ വേണ്ടി ആ സ്റ്റാർട്ടിങ്ങിലെ ഒരു 10 മിനിറ്റ്സ് കാണിച്ച ആ ഒരു എലമെൻറ്റ് പെർഫെക്റ്റ് സ്റ്റോറിയായിരുന്നു. പിന്നെ കണ്ണീമ എന്ന് പറഞ്ഞ ആ സോങ്ങും ആ സോങ്ങിനെ ചുറ്റിപ്പറ്റിറങ്ങുന്ന ചില കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഒറ്റ ടേക്കിലെടുത്താണ്. അത് ഗംഭീരമായിരുന്നു. ക്ലീൻ പ്രാക്ടീസ് ആൻഡ് അല്ലെങ്കിൽ അത് ഒരുപാട് റിഗേഴ്സിൽ ശക്തമായ രീതിക്ക് എടുത്തിട്ടാണ് അവർ ഈ സിനിമയിലെ ആ ഒരു സീൻ വൺ ടേക്കിലെടുത്ത് വെച്ചിരിക്കുന്നത്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു പോയി കഴിഞ്ഞാൽ അത് ഒന്നേ ഷൂട്ട് ചെയ്യേണ്ടി വരും എന്നാണ് അറിയാൻ സാധിച്ചത്. ഒറ്റ ടേക്കാണ് ആ ഒരു കണീമ സോങ് വരെയുള്ള ഒരു 15 മിനിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നാസർ വരുന്നുണ്ട് ഇതിനകത്ത്, ഒരു വാല്യൂ ഇതിനകത്തുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒരു ആക്ടർ ഒരു വില്ലൻ റോൾ ചെയ്യുന്നു. ഒരു തീമുമായിട്ട് ഒരു മാച്ചിങ് ഇല്ലാത്ത ഒരു പെർഫോമൻസ്. പിന്നെ ഈ ആദ്യം പറഞ്ഞു വന്ന ആ ഒരു സ്റ്റോറി എലമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഏറ്റവും വീക്കാണല്ലോ സ്ക്രിപ്റ്റ് വീക്കായി പോയിട്ട് ഒരു രീതിക്കും ഇരുന്ന് കാണാൻ വേണ്ടി പറ്റിയ രീതിക്കുള്ള ഒരു എക്സ്ട്രാ എലമെൻറ്റും ഇല്ല അതിനകത്ത്. ഇഴച്ചിലെന്ന് വെച്ചാൽ 2010 കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. പടത്തിൻ്റെ ബിഗിനിങ് ഒക്കെ ആയിരിക്കും, മിഡ് എത്തുമ്പോൾ തൊട്ട് ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് വരെ ഒരു ഇഴച്ചിലായിരിക്കും. ആ ഇഴച്ചിലാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയ. വധമെന്ന് വെച്ചാൽ എന്ത് തേങ്ങ എടുത്ത് വെച്ചിരിക്കണമെന്നാണ് മാത്രം ചിന്തിച്ചാൽ മതി. അത്ര കാര്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജയറാമിന് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നേടി. അദ്ദേഹം അന്യഭാഷകളിൽ പോയി ചെയ്യുന്ന റോള് പെർഫെക്റ്റ് അല്ല, പെർഫെക്ഷൻ കിട്ടുന്നില്ല, ഇങ്ങനെയാണെന്നൊക്കെയാണ് ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഇതിൽ ജയറാം തന്നിക്ക് കൊടുത്ത റോള് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കോമഡി ആയിരുന്നാലും ആ ഒരു കഥാപാത്രം പറഞ്ഞാലും ആ രീതിക്ക് അദ്ദേഹത്തിന് കൊടുത്ത റോള് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു രീതിക്ക് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ സിനിമയിൽ അവർ സ്റ്റാർട്ടിങ് പറയാൻ വേണ്ടി ആഗ്രഹിച്ച ആ ഒരു കഥയുടെ കണ്ടിന്യൂഷനായിട്ട് അത് എന്താണെന്നുള്ളൊരു മാർഗ്ഗം അവസാനമാണ് കൊണ്ട് കാണിച്ചു തരുന്നത്. ആ ഒരു ട്വിസ്റ്റ് എൻഡിങ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആ ഫസ്റ്റിൽ വന്ന ആ ഒരു സ്റ്റോറി എലമെൻറ്റ്, ലാസ്റ്റ് സ്റ്റോറി എലമെൻറ്റ് ഗംഭീരം. നടുക്കുള്ള ഇവിടം തൊട്ട് ഇവിടം വരെ വരാൻ വേണ്ടി നോക്കിയ ആ ഒരു സ്ക്രിപ്റ്റ്, അത് കഥ പറയാൻ വേണ്ടി എടുത്ത രീതിയാണ് ഇതിനകത്ത് ഏറ്റവും മോശമായി പോയത്. ആദ്യമേ കാണിച്ച ആ ഒരു എലമെൻറ്റ് തൊട്ട് ഇങ്ങനെ പിടിച്ചു പോകണമെങ്കിൽ ക്ലൈമാക്സിൽ ആ ഒരു ട്വിസ്റ്റും കൂടെ ആവാൻ നേരത്ത് ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ട് മാറിയില്ല. പക്ഷേ ഇവിടെ ഡയറക്ഷന് വളരെ മോശമായിപ്പോയി. ഇത് ഒരു ദ്വീപിൽ നടക്കുന്ന ഒരു അടിമത്തത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു വലിയ ആൾക്കാർ, ഒരു പണവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരെ പിടിച്ച് ചൂഷണം ചെയ്യുന്ന ഒരു കഥയാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് ഒരു ഐലാൻഡിൽ, അത് പുറത്തേക്ക് ഒരു കോണ്ടാക്റ്റ് പോലില്ലാത്ത ഒരു ഐലാൻഡിൽ നടക്കുന്ന ഒരു ചെറിയ ഒരു അടിമത്തം, അതാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം. അതാണ് കാർത്തിക് സുബ്രജ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിനകത്ത്
കുറേ ട്വിസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ലാസ്റ്റ് വരുന്ന ആ ഒരു സംഭവം നമുക്ക് അവിടെയാണ് നമുക്ക് കഥ മനസ്സിലാവുന്ന ഒരു എലമെൻ്റ് ഇരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഈ 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇഴച്ചിലെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോഴാണ് നമുക്ക് കഥയുടെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് കിട്ടുന്നത്. ഇതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പം. ഒരു നല്ല സ്ക്രിപ്റ്റിന് തിരികൊളുത്ത് വിട്ടെങ്കിൽ പോലും കണ്ടിന്യൂഷൻ ഇല്ലാതെ പോകുക എന്നുള്ള രീതിക്കായിപ്പോയി കാര്യങ്ങൾ. ഇത് വളരെ മോശമായ ഒരു ഡയറക്ഷനായിപ്പോയി കാർത്തിക് സുബ്രജിൻ്റെ കയ്യിരുന്നത്. എല്ലാവരും ഇങ്ങനെ കാണിച്ച് എങ്ങനെ ശരിയാവുന്നപ്പോൾ ചിന്തിക്കുന്നത്. ഈ കങ്കുവായിലും അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് ഡയറക്ഷൻ്റെയൊക്കെ നല്ല പിഴവാണ് സൂര്യക്ക് ഇത്രയ്ക്കൊരു ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആദ്യത്തെ ആ ഒരു കഥാ എലമെൻറ്റ് അത് നിങ്ങൾ സഹിച്ച് അത് കണ്ടിട്ട് പിന്നെ അങ്ങോട്ടുള്ള ഒരു റൂട്ട് മാപ്പ് നിങ്ങൾ സഹിച്ചിരുന്ന് കണ്ടേ പറ്റൂ. എന്നാലേ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലൈമാക്സിലെ കഥ എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നിങ്ങൾ ഈ ഒരു ഇഴച്ചിൽ പോലത്തെ രംഗമോ അനാവശ്യ കോമഡിയും കാര്യങ്ങളെല്ലാം കണ്ടിരുന്ന് മുഷിയും. ഉറപ്പാണ് മുഷിഞ്ഞ് പോയിട്ട് പിന്നെയാണ് ആ ഒരു ഫ്രഷ് എലമെൻറ്റിലേക്ക് നിങ്ങൾ കിടക്കുന്ന ക്ലൈമാക്സിലോട്ട്. പിന്നെ ഇതിലെ ഹീറോ ചിരിക്കത്തില്ല, ചിരി വരത്തില്ല, പുള്ളിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ പറ്റിയ ഒരു കാരണങ്ങളൊക്കെ ആ ക്ലൈമാക്സ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ എവിടേക്കോ കണ്ടപ്പോൾ ഇല്ല ദേവരാ സിനിമയുടെയൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് അങ്ങനെ കണക്റ്റ് ആയിപ്പോയി. ആ ഒരു എലമെൻ്റ് കണക്കും എനിക്ക് തോന്നിപ്പോയി. പിന്നെ അങ്ങനെ പോയി. ഇതാണ് ആ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട തീം. അതായത് ഒരു ഗംഭീരമായ ഒരു കഥയ്ക്ക് തുടക്കമിട്ട് ആ റൂട്ട് പിടിച്ച് കണിമ സോങ് വരെ വന്ന് അവിടുത്തെ സംഭവബഹുലമായ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാത്ത രീതിക്ക് കഥ മാറി ഇഴച്ചിൽ പോയിട്ട് ക്ലൈമാക്സിൽ കൊണ്ട് ഒരു ഗംഭീര ട്വിസ്റ്റോട് കൂടി പടത്തിൻ്റെ ഒരു പറയാൻ ആഗ്രഹിച്ച കഥയിലേക്ക് വന്ന് കയറി. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ട് കഥ തൊട്ട് എൻഡ് കഥ വരെ നടുക്കുള്ള ആ ഒരു സ്പേസായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ദുരന്തം. അതാണ് അവിടെ ശ്രദ്ധിക്കണമായിരുന്നു. സിനിമ ഗംഭീരമാകണമോ വേണമെന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പേസ് ഒന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലൈമാക്സിലെ ട്വിസ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടും. ഇതാണ് ആ ഒരു എലമെൻറ്റ് ഈ സിനിമ. സ്റ്റാർട്ടിങ്ങിലെ ഒരു ഗംഭീര സ്റ്റോറി, ക്ലൈമാക്സും ഗംഭീരം, നടുക്കുള്ള സ്പേസ് ഏറ്റവും വലിയ വധം. അതാണ് ഇതിൻ്റെ ഒരു രീതി തന്നെ. ഇതാണ് റെട്രോ എന്ന് പറഞ്ഞ സിനിമ. ഇത്രയാണ് എനിക്ക് പറയാനുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഇതൊരു കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു കാർത്തിക് സുബ്രാജ്. എടുക്കുന്ന സിനിമയുടെ ഒരു ഫ്ലോ വിട്ട് പോലെ പിടിച്ച് സംസാരിക്കണം, ഇത് പറയണമായിരുന്നു, കഥ പറയണമായിരുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ആ ഒരു ഫ്ലോ വിടാതെ ഒരു കഥ പിടിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഗംഭീര സിനിമയായി മാറേണ്ട സിനിമയെയാണ് ഇത്രയ്ക്കൊരു മോശം സിനിമയായിട്ട് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. ഇഴച്ചിൽ, അങ്ങേറ്റ ഇഴച്ചിൽ, ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ രംഗങ്ങൾ കുത്തിക്കയറ്റി എങ്ങനെയോ കൊണ്ടുപോയി എവിടെയോ കൊണ്ട് ഒരു ഇൻ്റർവെല്ലും കൊടുത്ത് പിന്നെ അങ്ങോട്ട് വീണ്ടും ഇഴച്ചിൽ ദിശ അറിയാതെ ഇങ്ങനെ കഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. പിന്നെ ക്ലൈമാക്സ് എന്ന നേരത്താണ് കുറച്ചെങ്കിലും കഥാ എലമെൻ്റായി. പിന്നെ ആ കഥാ എലമെൻറ്റുള്ള സമയത്ത് പെർഫോമൻസ് കൊണ്ട് എല്ലാവരും ഭയങ്കര മോശം. നമ്മളില്ല വാറാൻ ലെവൽ കണ്ടതിനില്ല പൈപ്പ് കൊള്ളിൽ സംഭവമില്ല. അത് കണക്കത്തെ കുറേ എന്തൊക്കെയോ കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കുന്ന ഈ രമ്യ ആൻഡ് ഗ്യാങ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് റെട്രോ എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യങ്ങളൊക്കെ. ഒരു കിടിലൻ സ്റ്റോറിക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് 15 മിനിറ്റ് ഓടിച്ച് പിന്നെ അങ്ങോട്ട് അനാവശ്യമായ രംഗങ്ങൾ ക്ലൈമാക്സിലും കുറച്ച് ഗംഭീര ട്വിസ്റ്റോട് കൂടി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് റെട്രോ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ. ഏറെ പ്രതീക്ഷയോട് കൂടി വന്നത് നമ്മൾ ടീസർ കണ്ടതും പോസ്റ്റർ കണ്ടതുമായ കാര്യങ്ങളൊക്കെ വെറുതെയാണത്. അങ്ങനെ ഒന്നും ഒരു മാസ് എലമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയൊരു ആവറേജിനും താഴെയുള്ള സിനിമ തന്നെ റെട്രോ എനിക്ക് തോന്നുന്നത്. ഇതാണ് റെട്രോ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ഇത്രയുള്ളൂ പറയാനായിട്ട്.